വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് വെളുത്തുള്ളി, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ സുർക്ക 2 ടേബിൾ സ്പൂണ്, പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. വഴറ്റണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ ഒരു പച്ചമണം പോകാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉപ്പും ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കുറച്ചധികം സോസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ആഴ്ച വരെ കേടുകൂടാതെ ഇരുന്നോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് നന്നായി ഇളക്കി പഞ്ചസാര ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പഞ്ചസാരക്ക് നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് വെള്ളത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒന്ന് കലക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വന്ന് ഒന്ന് തിക്കാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കോൺഫ്ലവറൊക്കെ ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. കോൺഫ്ലവറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.